പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പോലീസ് തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ എം പി പുറത്തുവിട്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആവർത്തിച്ചടിച്ചു. മൂന്നാമതും തന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കിയപ്പോൾ മറ്റൊരു പോലീസുകാരനാണ് തടഞ്ഞത്. ഗ്രനേഡ് താഴെ വീണ് പൊട്ടിയത് ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിൽ നിന്നാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് മനഃപൂർവ്വം ഉണ്ടാക്കിയ സംഘർഷമാണ് പേരാമ്പ്രയിലേത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ മറച്ചുവെക്കാനായിരുന്നു ഇതെന്നും ഷാഫി ആരോപിച്ചു. ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമമല്ല. ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ്. അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ നോക്കുക, ആദ്യം എന്റെ തലയിലടിക്കുന്നു, അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിലും അടിക്കുന്നു. അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തവണയും ഡയറക്ഷൻ എന്നെ നോക്കി ആ ലാത്തി വീശാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആ വിഷ്വൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. അറിയാതെ പറ്റിപ്പോയതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സംഘർഷത്തിനിടക്കുണ്ടായതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ സീനിൽ ഇത് നടക്കുമ്പോ എവിടെ അവിടെ ടിയർ ഗ്യാസ് പൊട്ടിയിട്ടുള്ളത്? ഈ സീൻ നടക്കുമ്പോ എവിടെ അവിടെ ഗ്രനേഡ് പൊട്ടിയിട്ടുള്ളത്? എവിടെ അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത്? ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിൽ ആ ഗ്രനേഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ്, അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി. ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങൾ കാണുക. ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തര ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിലൂടെ പിന്നിൽ ലൂസായി താഴെ വീണ് ഊരിപ്പൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുക. അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല, ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്.